വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അറബിക് ചിക്കൻ മന്തിയാണ്. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അതിന് ആവശ്യമായത് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 12 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, 4 ഏലക്കായ, 4 ഗ്രാമ്പു, 2 ചെറിയ കറുവാപ്പട്ട, 3 ബേ ലീഫ്. ചെറിയ ബേ ലീഫ് ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 മതി. പാനിലേക്ക് ഈ മസാല എല്ലാം ഇടാം. ബേ ലീഫ് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയെല്ലാം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മസാലയെല്ലാം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി മിക്സിയിൽ നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മന്തി മസാല റെഡി ആയിട്ടുണ്ട്. 3/4 കിലോ ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓരോ ചിക്കനും ഫോർക്ക് കൊണ്ട് ഒന്ന് പതുക്കെ കുത്തിയെടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കത്തി കൊണ്ട് വരഞ്ഞാലും മതി. ഇത് മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ അടിച്ചു വെച്ച മന്തി മസാല 1 ടേബിൾ സ്പൂൺ, 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഇത് 10 കാശ്മീരി മുളക് 5 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചരച്ചെടുത്തതാണ്. അപ്പോൾ നമുക്കിനി ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നല്ലൊരു നാച്ചുറൽ കളർ കിട്ടും. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ അതിൽ ഇറക്കി വെച്ച് 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റാം, ചിക്കൻ വേവുന്നത് വരെ. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൽ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ്, അതായത് 1/2 കിലോ ഇന്ത്യ ഗേറ്റ് ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അരമണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. സെല്ല റൈസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പാനിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇപ്പൊ 2 ഗ്ലാസ് അരി ആയതുകൊണ്ടാണ് 4 ഗ്ലാസ് വെള്ളം. ഇനി അതിലേക്ക് കുറച്ച് നെയ്മയമുള്ള ചിക്കൻ പീസുകൾ നമുക്ക് ചേർക്കാം. നമ്മളിങ്ങനെ ചിക്കൻ പീസുകൾ ചേർക്കുമ്പോൾ ഇപ്പം ചിക്കൻ ക്യൂബ്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ സ്കിൻ ഇല്ലാത്ത ചിക്കൻ ആണെങ്കിലും നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇതിന്റെ രണ്ടിന്റെയും ടേസ്റ്റ് നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഒഴിക്കുന്നതുകൊണ്ട് നമുക്കത് കിട്ടും. ഇപ്പൊ ചിക്കൻ സ്റ്റോക്ക് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ആ ചിക്കന്റെ പീസുകൾ എടുത്തു മാറ്റാം. ഇത് നമുക്ക് വേറെ സ്നാക്സിനും ഈ ചിക്കൻ പീസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിക്കാം, 75 ഗ്രാം. അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്കായ, 7 കുരുമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പൊ സവാളയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 തക്കാളി മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മന്തി മസാലയുടെ ബാക്കിയും കൂടെ ചേർക്കാം. ഇത് 1/2 കിലോ മന്തിയുടെ അളവാണ്. ഇനി അതിലേക്ക് നേരത്തെ തിളപ്പിച്ചു വെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇനി അതിലേക്ക് 2 ഉണക്ക നാരങ്ങ ചേർക്കാം. ഇത് ഞാൻ ഒരാഴ്ച വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇപ്പോൾ ഡ്രൈ ലെമൺ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 മുഴുവൻ പച്ചമുളക് ചേർക്കാം. ഇനി അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ചേർക്കാം.
ഇനി അതിലേക്ക് അരമണിക്കൂർ നേരത്തെ കുതിർത്തി വെച്ച ഇന്ത്യ ഗേറ്റിന്റെ റൈസ് ചേർക്കാം. ഇത് ഞാൻ വറ്റിച്ചാണ് എടുക്കുന്നത്, നമ്മളിത് ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 80% ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു 80% ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പാനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പോൾ 80% നമ്മളുടെ അരി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ആ ഡ്രൈ ലെമൺ ഒന്ന് മാറ്റാം. ഇപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്ന് എടുത്ത് വെക്കാം. ഇത് 4 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണിത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മസാലയുടെ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളുടെ മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ചാർക്കോൾ കത്തിക്കാം. ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ചാലും മതി. ഒരു സ്റ്റീൽ ബൗളിൽ നമുക്ക് ഈ ചാർക്കോൾ ഇട്ട് കുറച്ച് ഓയിൽ മുകളിൽ ഒഴിക്കാം. ഇത് നല്ലൊരു സ്മോക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നന്നായിട്ട് നല്ല സ്മോക്കൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിപ്പോഴും ആ സ്മോക്കി എഫക്റ്റ് നമ്മളുടെ മന്തിക്ക് ഉണ്ട്. അതിൽ വെള്ളമൊന്നും ഒട്ടുമില്ല. നമ്മളുടെ റൈസൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല മന്തി മസാലയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഒരു നാച്ചുറൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വെക്കാം. ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ എടുത്ത് മാറ്റാം. ഇപ്പോൾ റൈസ് നല്ല കറക്റ്റ് പാകമാണ്. കറക്റ്റ് മന്തി റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. ചിക്കൻ മുകളിൽ വെച്ച് അലങ്കരിക്കാം. ഇപ്പോൾ നമ്മളുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചിക്കൻ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.